ഹരി ഓം. ശ്രീമൻ ദേവി നാരായണീയം ദശകം 1 ശ്ലോകം 7. സർവത്ര വർഷസി ദയാമതേവ വൃഷ്ട്യാ സിക്തസ്സു ബീജൈവ വൃദ്ധ്യുപൈതി ഭക്ത ദുർബീജവൻ വ്രജതി നാശമഭക്ത ഏവ ത്വം നിർഘൃണാന വിഷമാന ച ലോകമാദ. ശ്രീ മഹാദേവ്യൈ നമ. അന്വർത്ഥവും ത്വം സർവത്ര, അവിടുന്ന് സർവത്ര, ദയാം വർഷസി, ദയെ വർഷിക്കുന്നു, അത ഏവ, അതുകൊണ്ട് തന്നെ, ഭക്ത ഭക്തൻ, വൃഷ്ട്യാസു ബീജൈവ, മഴ കൊണ്ട് നല്ല വിത്ത് എന്നതുപോലെ, വൃദ്ധിം ഉപൈതി, വളർച്ചയെ പ്രാപിക്കുന്നു, അഭക്ത അഭക്തൻ, ദുർബീജവത്, മോശപ്പെട്ട വിത്തെന്നതുപോലെ, നാശം വ്രജതിയേവ, നശിച്ചു പോകുന്നു തീർച്ച. ഹേ ലോകമാതാ, ഹേ ലോകമാതാവേ, ത്വം ന നിഘൃണ, അവിടുന്ന് കൃപയില്ലാത്തവളല്ല, വിഷമാചന, അവിടത്തേക്ക് പക്ഷഭേദവും ഉണ്ടാകുന്നില്ല. ദേവി കൃപാവതിയാണെന്ന് നമുക്കറിയാം. എങ്കിൽ എന്തുകൊണ്ട് ചിലർക്ക് അനുഗ്രഹം അനുഭവപ്പെടുന്നില്ല? സുഖദുഃഖങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ദേവിക്ക് പക്ഷഭേദമുണ്ടോ അതോ കൃപേ ഇല്ല എന്നുമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു ശ്ലോകം. മഴ കൊള്ളുമ്പോൾ ചില വിത്തുകൾ നന്നായി മുളച്ചു വരാറുണ്ട്, വേറെ ചിലത് കിളിർക്കാതെ നശിച്ചു പോകാറുമുണ്ട്. ഇവിടെ മഴയ്ക്ക് യാതൊരു പക്ഷഭേദവുമില്ല എന്ന് സ്പഷ്ടമാണ്. നല്ല വിത്ത് മഴ കൊണ്ടാൽ വളർന്നു വരും, മോശപ്പെട്ട വിത്താണ് ചീഞ്ഞു പോകുന്നത്. രണ്ട് വിത്തിനും മഴ സാധാരണ കാരണം മാത്രമാണ്. വിത്തിൽ നിന്ന് കുടികൊള്ളുന്ന നന്മ തിന്മകളാകുന്ന വിശേഷ കാരണങ്ങളാണ് അതിൻ്റെ വളർച്ചയും നാശത്തിനും ഹേതു. ദേവി ലോകത്തിൻ്റെ തന്നെ മാതാവാണ്. ജീവന്മാരെല്ലാം ദേവിയുടെ മക്കളും. ദേവിയുടെ അനുഗ്രഹമഴ എല്ലാവരിലും ഒരുപോലെ വീണുകൊണ്ടിരിക്കുന്നു. ദേവിയെ ഭജിക്കുകയും സർവ്വദാ ആശ്രയിക്കുകയും ചെയ്യുന്ന ജീവന് അനുഗ്രഹമഴ അനുഭവപ്പെടുന്നു. ദേവിയെ ആശ്രയിക്കാത്തവർക്കിത് അനുഭവപ്പെടുന്നുമില്ല. ദേവിക്ക് കൃപയില്ലായകയില്ല, ഒരു പക്ഷഭേദവുമില്ല. ദേവിയുടെ അനുഗ്രഹം അനുഭവപ്പെടണമെങ്കിൽ ദേവിയെ തന്നെ നാം ആശ്രയിക്കണം, ഭജിക്കണം. ദേവിയുടെ അനുഗ്രഹം മഴ കൊണ്ട് വളരുന്ന ഒരു നല്ല വിത്താകണം ഓരോ ജീവനും. വിവേകിയായ മനുഷ്യൻ ഈ രഹസ്യം മനസ്സിലാക്കി നല്ല കർമ്മങ്ങൾ ചെയ്യണം. ദേവിയെ സർവാത്മന ആശ്രയിക്കണം. ദേവിയെ സ്തുതിക്കുക, നാമസങ്കീർത്തനം ചെയ്യുക, ഭക്തിയോടെ അവിടുത്തെ സദാ സ്മരിക്കുക, സർവവും ആ പാദത്തിൽ സമർപ്പിക്കുക. സർവവും സമർപ്പിക്കുന്ന ഒരു ഭക്തന് പ്രത്യേകിച്ച് ഒന്നും തന്നെ നൽകേണ്ടതില്ല. സർവം സമർപ്പയാമി മഹാദേവി, സർവം സമർപ്പയാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് നമ്മളെ ഒരിക്കലും തടയാൻ സാധിക്കില്ല. ആ അമ്മ നമ്മളെ എപ്പോഴും നല്ല വഴികാട്ടിയായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സർവം ശ്രീ മഹാദേവീതി സമർപ്പയാമി. ഹരി ഓം.